നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാക്കാതുരുത്തി പള്ളിവളവിൽ ചരക്ക് ലോറിയും കാറും കൂട്ടിയിടിച്ചു. വടക്കാഞ്ചേരിയിൽ പലചരക്ക് സ്ഥാപനത്തിന് തീപിടിച്ചു. വോട്ടുകൊള്ളക്കെതിരെ മഹിളാ കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തിക്കാട് സെന്ററിൽ വോട്ട് ചോരി സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി. തൃശൂരിൽ KSRTCയുടെ ഡബിൾ ഡക്കർ ബസിന് അനുമതി ലഭിച്ചതായി മന്ത്രി കെ രാജൻ അറിയിച്ചു. വാർത്തകൾ വിശദമായി. വോട്ടുകൊള്ളക്കെതിരെ മഹിളാ കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തിക്കാട് സെന്ററിൽ വോട്ട് ചോരി സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KB രാജു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് P തങ്കമണി അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റസിയ ഹബീബ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് സുരജ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മിനി ആൻഡ്രൂ, ശാന്ത സോളമൻ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് VK മോഹനൻ, E രമേശൻ, U നാരായണൻകുട്ടി, സലി, സുധീർ കുമാർ, N ബാലഗോപാൽ എന്നിവർ നേതൃത്വം നൽകി. അത് മഹാരാഷ്ട്രയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായാലും കർണാടകയിൽ നടന്ന തെരഞ്ഞെടുപ്പായാലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി മത്സരിച്ച വാരണസിയിൽ പോലും ഇതുപോലെയുള്ള വലിയ വോട്ട് കൊള്ളകൾ നടന്നു എന്ന് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തൃശൂരിൽ KSRTCയുടെ ഡബിൾ ഡക്കർ ബസിന് അനുമതി ലഭിച്ചതായി മന്ത്രി കെ രാജൻ അറിയിച്ചു. തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കുമായി ബന്ധപ്പെടുത്തി KSRTC MDക്ക് മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി. തുറന്ന ഡബിൾ ഡക്കർ ബസിന്റെ വരവോടെ പാർക്കിലേക്കും തൃശൂരിലേക്കുമുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യമായാണ് തൃശൂരിൽ ഇത്തരത്തിൽ മുകൾ ഭാഗം തുറന്ന ഒരു ഡബിൾ ഡക്കർ ബസ് എത്തുന്നത്. അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിലും മന്ത്രി കെ രാജൻ ഗതാഗത മന്ത്രിയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. 1.5 കോടി രൂപയുടെ ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ്സാണ് തൃശൂരിലേക്ക് അനുവദിക്കുന്നതെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. തൃശൂർ നഗര കാഴ്ചകൾ എന്ന പേരിലാണ് തൃശൂരിൽ ബസ് സർവീസ് നടത്തുക. തൃശൂർ നഗരത്തിൽ നിന്നും യാത്ര ആരംഭിച്ച് സ്വരാജ് റൗണ്ട് ചുറ്റി പുത്തൂർ സുവോളജിക്കൽ പാർക്കിനുള്ളിൽ ചുറ്റി നഗരത്തിൽ സമാപിക്കുന്ന രീതിയിലായിരിക്കും യാത്ര. മന്ത്രി കെ രാജൻ ആവശ്യപ്പെട്ടതുപോലെ അടിയന്തരമായി ഡബിൾ ഡക്കർ അനുവദിക്കുന്നതിന് ദേശീയപാതയിൽ ചാലക്കുടി കോസ്മോസ് ക്ലബിനു സമീപം KSRTCയുടെ സ്വിഫ്റ്റ് പ്രീമിയം ബസിന്റെ ചക്രം ഊരിപ്പോയി. വൻ ദുരന്തമാണ് ഒഴിവായത്. തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന ബസിന്റെ ചക്രമാണ് ഊരിപ്പോയത്. അമിത വേഗതയിൽ ഓടിക്കൊണ്ടിരുന്ന ബസിന്റെ മുൻഭാഗത്തെ ഇടതുവശത്തെ ചക്രമാണ് ഊരിപ്പോയത്. ഊരിപ്പോയ ചക്രം ഇരുചക്ര വാഹനങ്ങൾക്കിടയിലൂടെ സമീപത്തെ പറമ്പിലേക്ക് തെറിച്ചു വീണു. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ പിന്നീട് മറ്റൊരു ബസ്സിൽ കയറ്റിവിട്ടു. ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി. കുന്നംകുളത്തെ മദ്യപിച്ച് ചീട്ട് കളിക്കുന്നതിനിടെ അതിഥി തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾ കുത്തേറ്റു മരിച്ചു. സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. ഒഡീഷ സ്വദേശി 19 വയസ്സുള്ള ഘനശ്യാം നായിക് ആണ് മരിച്ചത്. ഒറീസ സ്വദേശി ധരംവീർ സിംഗ് ആണ് അറസ്റ്റിലായത്. ഇന്നലെ രാത്രി 9:30 സംഭവം. മദ്യലഹരിയിൽ ചീട്ട് കളിക്കുന്നതിനിടെ ഇരുവർ തമ്മിലുണ്ടായ തർക്കത്തിനെ തുടർന്ന് ധരംവീർ സിംഗ് ബിയർ ബോട്ടിൽ പൊട്ടിച്ച് ഘനശ്യാം നായികിനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. നെഞ്ചിലും വയറ്റിലും ഏറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കുന്നംകുളം പോലീസും പ്രത്യേക സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. മുഖത്തുൾപ്പെടെ പരിക്കേറ്റ പ്രതിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മെഡിക്കൽ കോളേജിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്ന പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കും. ഗുരുവായൂർ പാലുവായിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പാലുവായ് പനക്കൽ വീട്ടിൽ ഏണസ്റ്റോക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രിയായിരുന്നു അപകടം. പരിക്കേറ്റ ഇയാളെ ആക്സ് പ്രവർത്തകൻ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കാക്കാതുരുത്തി പള്ളിവളവിൽ ചരക്ക് ലോറിയും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്ക് പോരുന്ന ചരക്ക് ലോറിയാണ് പള്ളിവളയിൽ വെച്ച് എതിരെ വന്നിരുന്ന കാറിലിടിച്ചത്. കാറിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എടത്തെറ്റി സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. രാവിലെ 6 മണിയോട് കൂടിയായിരുന്നു അപകടം. വടക്കാഞ്ചേരിയിൽ പലചരക്ക് സ്ഥാപനത്തിന് തീപിടിച്ചു.
ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപ്പാസ് റോഡിൽ പ്രവർത്തിക്കുന്ന പട്ടാമ്പി ട്രേഡേഴ്സിലാണ് ഇന്ന് പുലർച്ചെ 5:30 തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിൽ നിന്ന് വലിയ തോതിൽ പുകയുന്നത് കണ്ട നാട്ടുകാർ വടക്കാഞ്ചേരി ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ശ്യാം കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അരമണിക്കൂറിലേറെ നടത്തിയ ശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാനായത്. ഗ്രൗണ്ട് ഫ്ലോറിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷ്യ എണ്ണയ്ക്കും മറ്റും തീ പിടിച്ചതിനാൽ അപകടത്തിന്റെ ആഘാതം വർദ്ധിച്ചു. ഇലക്ട്രിക് സർക്യൂട്ട് ഷോർട്ടാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കാവിൽക്കടവിൽ സ്വകാര്യ ഭൂമിയിലെ മരങ്ങൾ കൗൺസിലറുടെ നേതൃത്വത്തിൽ വെട്ടിമാറ്റിയ സംഭവത്തിൽ പങ്കില്ലെന്ന് നഗരസഭ. ആളാമ്പറമ്പിൽ സാഫിറയുടെ വസ്തുവിൽ നിന്നിരുന്ന കാലപ്പഴക്കമുള്ള ഐനി ഉൾപ്പെടെയുള്ള മരങ്ങൾ വെട്ടിവീഴ്ത്തി വിൽപ്പന നടത്തിയെന്ന പരാതിയെ തുടർന്ന് നഗരസഭ ചെയർപേഴ്സൺ TK ഗീതയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. നഗരസഭയുടെ അനുവാദത്തോടു കൂടിയാണ് മരങ്ങൾ വെട്ടിയതെന്ന് കൗൺസിലർ പറഞ്ഞതായാണ് പരാതിക്കാരി പോലീസിൽ മൊഴി നൽകിയത്. എന്നാൽ നഗരസഭ ഇക്കാര്യത്തിൽ ഒരു അനുവാദം നൽകിയിട്ടില്ലെന്നും ഒരു പരാതിയും കൗൺസിലർ നഗരസഭയിൽ ഉന്നയിച്ചിട്ടില്ലെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. മതിൽക്കെട്ടിനകത്ത് നിന്നിരുന്ന മരങ്ങൾ വെട്ടിയതും ഇതിന് ഒരു കൗൺസിലർ തന്നെ നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ കഴിയില്ലെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മേത്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ VS ജിനൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ, KS കൈസാബ്, LC പോൾ, കൗൺസിലർമാരായ TS സജീവൻ, VM ജോണി എന്നിവർ സംസാരിച്ചു. കോൺഫറൻസ് ഹാളിന്റെ നിർമ്മാണത്തിന് 50,000 രൂപ സംഭാവനയായി നൽകിയ റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് കുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. വയോധികയെ ആക്രമിച്ച് സ്വർണ്ണമാല കവർന്ന പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൊല്ലംപറമ്പിൽ വീട്ടിൽ താമസിക്കുന്ന ജയശ്രീ എന്ന സ്ത്രീയുടെ വീട്ടിൽ കയറി ആക്രമിച്ച് സ്വർണ്ണമാല കവർച്ച ചെയ്ത സംഭവത്തിൽ പ്രതിയായ പുത്തഞ്ചിറ സ്വദേശി ചോമാട്ട് വീട്ടിൽ 20 വയസ്സുള്ള ആദിത്യനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS നിർദ്ദേശപ്രകാരം മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശിയും സംഘവും അറസ്റ്റ് ചെയ്തത്. ദേശീയപാത ആമ്പല്ലൂരിൽ സ്കൂട്ടറിൽ നിന്ന് ബസിനടിയിലേക്ക് വീണ് യുവതി മരിച്ചു. നെല്ലായി പന്തലൂർ കാരണാത്ത് വീട്ടിൽ ജോഷിയുടെ ഭാര്യ 45 വയസ്സുള്ള സിജിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7:30യോടെയായിരുന്നു അപകടം. ഭർത്താവിനോടൊപ്പം പോകുന്നതിനിടെ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ സിജിയുടെ തലയിൽ സ്വകാര്യ ബസിന്റെ പിൻചക്രം ഇടിക്കുകയായിരുന്നു. ബസ് പുറകിലേക്കെടുത്താണ് സിജിയെ പുറത്തെടുത്തത്. ഉടനെ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. തൈക്കാട്ടുശ്ശേരിയിലെ ആയുർവേദ കമ്പനിയിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു സിജി. ജോലിക്കു പോകുന്നതിനിടയിലാണ് സംഭവം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന തൃശൂർ ഭാഗത്തേക്കുള്ള പാതയോര പ്രദേശത്താണ് അപകടമുണ്ടായത്. നേരിയ ഗതാഗതക്കുരുക്കിനിടയിൽ ഡ്രൈനേജസിന് മുകളിലൂടെ പോയ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. എതിർ ദിശയിൽ വന്ന സ്വകാര്യ ബസിനടിയിലേക്കാണ് സിജി വീണത്. ശ്രീനാരായണപുരത്തെ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടുപറമ്പിൽ ക്ഷേത്രത്തിനു സമീപം വെളുക്കാപ്പുരക്കിൽ 75 വയസ്സുള്ള കുഞ്ഞയ്യപ്പനാണ് മരിച്ചത്. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. ഇന്ന് രാവിലെ വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ അന്വേഷിച്ചെത്തിയതിനെ തുടർന്നാണ് മൃതദേഹം കണ്ടത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കുഞ്ഞയ്യപ്പനെ കണ്ടിരുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. മതിലകം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാക്കാതുരുത്തി പള്ളിവളവിൽ ചരക്ക് ലോറിയും കാറും കൂട്ടിയിടിച്ചു. വടക്കാഞ്ചേരിയിൽ പലചരക്ക് സ്ഥാപനത്തിന് തീപിടിച്ചു. വോട്ടുകൊള്ളക്കെതിരെ മഹിളാ കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തിക്കാട് സെന്ററിൽ വോട്ട് ചോരി സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി. തൃശൂരിൽ KSRTCയുടെ ഡബിൾ ഡക്കർ ബസിന് അനുമതി ലഭിച്ചതായി മന്ത്രി K രാജൻ അറിയിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.